തമിഴ്നാട്ടിലും കർണാടകയിലും വ്യാപക മഴ തുടരുന്നുണ്ട്. തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. കുട്ടികൾ ഉൾപ്പെടെ 7 പേർ മണ്ണിനടിയിൽപ്പെട്ടു എന്നാണ് കരുതുന്നത്. വിഴുപുരത്തിന് സമീപം റെയിൽവേ ട്രാക്കിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 10 ട്രെയിനുകൾ റദ്ദാക്കി. വിശദാംശങ്ങളുമായി കെ ബി ശ്രീധരൻ ചേരുന്നു. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. മഴ എങ്ങനെ തുടരുന്നു? അതിശക്തമായ കനത്ത മഴ ഇപ്പോഴും ഉണ്ടോ? മാത്രമല്ല, ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ളത്? ശ്രീധരൻ. ഒൻപത് ജില്ലകളിൽ ഇപ്പോൾ മഴ ശക്തമായി തന്നെ തുടരുന്നു. അതുപോലെ തന്നെ തിരുവണ്ണാമലയിലുമാണ്. ഈ മേഖലകളിൽ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, അല്ലെങ്കിൽ ആശങ്കപ്പെടുന്ന ഒരു വാർത്ത എന്നുള്ളത് തിരുവണ്ണാമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ തന്നെയാണ്. 2 വീടുകൾക്ക് മുകളിലേക്കാണ് അണ്ണാമലൈ കുന്ന് ഇടിഞ്ഞ് താഴേക്ക് വീണത്. പാറക്കഷ്ണങ്ങളും മണ്ണും ഒക്കെ വീടിന്റെ മുകളിൽ കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കുട്ടികൾ ഉൾപ്പെടെ 7 പേർ ഈ മണ്ണിനടിയിൽ ഉണ്ട് എന്നാണ് പ്രദേശവാസികൾ ജില്ലാ ഭരണകൂടത്തോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പരിശോധനകൾ നടക്കുന്നുണ്ട്. രാത്രി മുഴുവൻ പരിശോധനകൾ നടക്കുന്നു. NDRFന്റെ 50 പേരടങ്ങുന്ന സംഘം ഇന്നലെ രാത്രി 12:15 ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും ഈ കുന്നൻ ചെരുവിലുള്ള പ്രദേശത്താണ് ഇങ്ങനെ അപകടം ഉണ്ടായിട്ടുള്ളത്. മറ്റ് ഭാഗങ്ങൾ നോക്കിയാൽ വിഴുപുരത്ത് ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നുണ്ട്. പുതുച്ചേരിയിൽ മഴക്കെടുതിയിൽ നിന്ന് ഇതുവരെ മുക്തമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതുപോലെ തന്നെ കടലൂർ ജില്ലയിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. നിലവിൽ ഈ ന്യൂനമർദ്ദമുള്ളത്, അതായത് ന്യൂനമർദ്ദമായി മാറിയ പെയിഞ്ചാൽ ചുഴലിക്കാറ്റ് ഉള്ളത് തിരുവണ്ണാമലയ്ക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രഭാവം മറ്റ് ജില്ലകളിലേക്കുണ്ട്. തമിഴ്നാടിന്റെ ഉൾഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ കിഴക്കൻ ജില്ലകളിലേക്കൊക്കെ ഇതിന്റെ പ്രഭാവം ഉണ്ട്. സേലം, കള്ളാക്കുറിച്ചി, ധർമ്മപുരി, കൃഷ്ണഗിരി ഇങ്ങനെ കർണാടകയോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിലേക്ക് കൂടി മഴ ശക്തമായി തുടരുന്നുണ്ട്. 9 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ നീലഗിരി ജില്ലയിൽ കാര്യമായി തന്നെ മഴ തുടരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൊട്ടയൽ സംസ്ഥാനമായ കേരളത്തിനെ പോലെ തന്നെ കർണാടകയിലും കാര്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. അതായത് മൈസൂരു, ചാമരാജനഗര, ചിക്കമംഗളൂരു, ഷിമോഗ തുടങ്ങിയ ജില്ലകളിലെല്ലാം തന്നെ ഇപ്പോൾ മഴ കാര്യമായി തുടരുന്നുണ്ട് എന്നുള്ളതാണ് രാവിലെ ലഭിക്കുന്ന വിവരങ്ങൾ. ബംഗളൂരു നഗരമേഖലയിലും മഴയുണ്ടാകും എന്നുള്ള മുന്നറിയിപ്പുണ്ട്. ആകാശം മേഘാവൃതമായി തന്നെ നിലനിൽക്കുകയാണ്. ഏതായാലും ഈ പെയിഞ്ചാൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവം തമിഴ്നാട് വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറി എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിന്റെ സവിശേഷത എന്നുള്ളത്. ഇന്നലെ പുതുച്ചേരിയിൽ മാത്രം 4 ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ വിഴുപുരം മേഖലയിൽ റെയിൽവേ ട്രാക്കിൽ വെള്ളം കയറിയ ഒരു സ്ഥിതിയുണ്ട്. വിക്രവാണ്ടിക്ക് സമീപമാണ് വെള്ളം കയറിയത്. അതുകൊണ്ട് തന്നെ ചില ട്രെയിനുകൾ കാട്ട്പാടി വഴി തിരിച്ചുവിട്ടുന്നുണ്ട്. അതേപോലെ 10 ട്രെയിനുകൾ പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട്. ഇതിൽ കേരളത്തിലേക്കുള്ള എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസ് കൂടി റദ്ദാക്കി. അതുപോലെ നാഗർകോവിൽ വന്ദേ ഭാരതും റദ്ദാക്കിയ ട്രെയിനുകളിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ ചെറിയ ഒരു ആശ്വാസം ഉണ്ട് ഇന്നൊക്കെയെങ്കിൽ പോലും തമിഴ്നാട് മഴക്കെടുതിയിൽ നിന്നൊട്ടും മുക്തമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഈ പ്രളയ ദുരിതം വിതച്ച ഈ വിഴുപുരത്ത് ഇന്ന് ദുരിതം വിതച്ച ഈ വിഴുപുരത്ത് ഇന്ന് സന്ദർശനം നടത്തും എന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും മഴ ഇപ്പോൾ തമിഴ്നാട് വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിക്കുന്ന ഒരു സ്ഥിതിയാണ്.